ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു AI ഏജന്റിനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമ്മളൊരു ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ ഏജന്റിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ AI ഏജന്റ് ബോട്ടിലേക്ക് നമുക്ക് ഏത് ക്രിപ്റ്റോ വേണേലും അനലൈസ് ചെയ്യാൻ കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ലൈവ് ചാർട്ട് നോക്കി ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് റിപ്ലൈ തരും. ഇതൊന്നും ചെയ്യാൻ ഒരു കോഡിങ്ങിന്റെ ആവശ്യമില്ല. നോക്കൌട്ട് പ്ലാറ്റ്ഫോമിലാണ് ഇത് ഫുൾ ചെയ്യുന്നത്. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള AI ഏജൻസിനെ ഉണ്ടാക്കാൻ പറ്റണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യമേ വൈ ആൻഡ് AI ഏജന്റ്. നമ്മൾ എന്തിനൊരു AI ഏജന്റിനെ ഇപ്പോൾ ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് നമ്മൾ ഈ AI ഏജന്റിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. പ്രോസസ്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു AI ഏജന്റിനെ ഉണ്ടാക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ AI ഏജന്റിനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തത് ഹൗ ടു ഓട്ടോമേറ്റ് എനിത്തിങ്. ഈ AI ഏജന്റിനെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എല്ലാ പ്രോസസ്സും പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെ ഏജൻസിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ പാർട്ടിൽ പറഞ്ഞുതരും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ AI ഏജൻസിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. വൈ ആൻഡ് AI ഏജന്റ്. നിങ്ങൾ എന്തിനിപ്പോൾ AI ഏജൻസിനെ ഉണ്ടാക്കണം? നമ്മളിപ്പോൾ AI റേസിലെ ഏജന്റ് കെറിയിലാണ് എന്ന് വെച്ചാൽ ഇനി ഫുൾ അങ്ങോട്ട് AI ഏജൻസ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ജോ റോഗൻ പോഡ്കാസ്റ്റിൽ മാർക്ക് സക്കർബർഗ് വന്നായിരുന്നു. ഈ വർഷം പകുതിയുടെ മിഡ് ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന AI ഏജൻസിനെ മെറ്റയിൽ കൊണ്ടുവരുമെന്നാണ് സക്കർബർഗ് പറയുന്നത്. ഇതുപോലെ എല്ലാ ബിസിനസ്സിലും AI ഏജൻസിനെ സോൾവ് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന AI ഏജൻസിന്റെ അത്രയും വലുതൊന്നും അല്ലെങ്കിലും ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ടാസ്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലെ ടാസ്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലെ ടാസ്കുകളോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ AI ഏജൻസ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കാണ്ടാണെങ്കിൽ ഈ വീഡിയോ ഒരു ബേസ് ലൈൻ ആക്കി എടുത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ AI ഓട്ടോമേഷൻ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ AI ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ AI ഓട്ടോമേഷൻ ഏജൻസി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനൊരു AI ഏജന്റിനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തിനുണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ദി പ്രോസസ്. ഈ ചാപ്റ്ററിൽ നമ്മുടെ AI ഏജന്റിനെ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് എല്ലാം പഠിക്കും. ആദ്യമേ എന്താണ് ഒരു AI ഏജന്റ്? ഒരു നോർമൽ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ അത് റൂൾസ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന സ്പെസിഫിക് ഇൻസ്ട്രക്ഷനും ഫ്ലോയും അനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യൂ. യൂസർ ഇത് ചോദിച്ചാൽ ഈ റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ ഈ റിപ്ലൈ കൊടുക്കണം, അങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് അങ്ങനെ മാത്രമേ വർക്ക് ചെയ്യൂ. നേരത്തെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിന് ഉത്തരവില്ല. പക്ഷേ ഒരു AI ഏജന്റ് അങ്ങനെയല്ല. AI ഏജൻറ്റ്സ് ഇൻ്റലിജൻ്റ് ആണ്. ഇതാണ് ഒരു ബേസിക് AI ഏജന്റിന്റെ സ്ട്രക്ചർ. ഒരു AI ഏജന്റിന് ബ്രെയിൻ ഉണ്ട്, മെമ്മറി ഉണ്ട്, കുറച്ച് ടൂൾസ് ഉണ്ട്. AI ഏജന്റിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡലായിരിക്കും. യൂസറിന് ഇൻപുട്ട് വരുമ്പോൾ AI ഏജന്റ് അത് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ടൂൾസ് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചിട്ട് യൂസറിന് ആവശ്യമുള്ള റിപ്ലൈ കൊടുക്കും. പക്ഷേ ഇത്രയൊക്കെ ചെയ്യാൻ കോഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഇത് ചെയ്യാൻ നമുക്ക് കോഡിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതൊക്കെ ചെയ്യുന്ന ഒരു നോക്കൌട്ട് പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് N8N. ഇതിലാണ് നമ്മൾ AI ഏജന്റിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയും ബാക്കി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു AI ഏജന്റിനെ ഉണ്ടാക്കുമ്പോൾ പഠിക്കാം. ഇതുണ്ടാക്കാൻ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം N8N ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. നമുക്കത് സെൽഫ് ഹോസ്റ്റ് ചെയ്ത് ഫ്രീ ആയി യൂസ് ചെയ്യാം. ക്ലൗഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 15 ദിവസത്തെ ഫ്രീ ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് ചുമ്മാ ചെയ്ത് നോക്കാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ ക്ലൗഡ് വേർഷൻ മതിയായിരിക്കും. ഞാൻ ചെയ്യുന്നത് ഇതിലാണ്. നമ്മളുണ്ടാക്കുന്ന AI ഏജന്റ് വർക്ക് ഫ്ലോസ് നമുക്ക് ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സെൽഫ് ഹോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണേ അതെങ്ങനെ ചെയ്യാമെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. AI ഏജന്റിന്റെ ബ്രെയിൻ ChatGPT, ക്ലോഡ്, ഡീപ്സീക്ക് പോലത്തെ ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഈ മോഡൽസ് നമ്മുടെ ഏജന്റ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് OpenAI API ആണ്. അതിലെ മിനിമം ടോപ്പ് ഏകദേശം 430 രൂപയാണ്. പക്ഷേ ഇത്ര ദിവസം ടെസ്റ്റ് റൺ ചെയ്തിട്ട് എൻ്റെ ബാലൻസിൽ നിന്ന് 15 രൂപയുടെ സ്പെൻഡ് ആയിട്ടുള്ളൂ. ഡീപ്സീക്ക് പോലത്തെ മോഡലിൻ്റെ API യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കോസ്റ്റ് പിന്നെയും കുറയ്ക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ N8 ഉണ്ടാക്കുന്ന ഏജന്റിൻ്റെ വർക്ക് ഫ്ലോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ ഏജന്റിൻ്റെ വർക്ക് ഫ്ലോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യണമെന്ന് ചെയ്യാം. പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒരു ഏജന്റിനെ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയൊക്കെയാണ് നമ്മുടെ AI ഏജന്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും. ഇനി നമുക്ക് നമ്മുടെ AI ഏജന്റിനെ ബിൽഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ AI ഏജന്റിനാണ്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ N8 പ്ലാറ്റ്ഫോമിൽ പോയി സൈനപ്പ് ചെയ്യാം. N8 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. N8 പോവുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് ഇവിടെ നിങ്ങളുടെ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഫ്ലോസ് എല്ലാം കാണാൻ പറ്റും. വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന AI ഏജന്റ് വർക്ക് ഫ്ലോസ്. ഈ ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ വർക്ക് ഫ്ലോസ് ഉണ്ടാക്കാം. ബാക്കിയൊക്കെ നമുക്ക് ഇനി ചെയ്തുകൊണ്ട് പഠിക്കാം. ഈ ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ വർക്ക് ഫ്ലോ ഉണ്ടാക്കാം. ഇവിടെയാണ് നമ്മൾ AI ഏജന്റിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സെറ്റപ്പാണ്. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറേ സാധനങ്ങൾ കാണാം. ഇതെല്ലാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പോകാം. ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൊണ്ടുണ്ട്. നമ്മൾ ഏത് വർക്ക് ഫ്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുന്നേ അതെങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ബേസിക് ഐഡിയ വേണം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ AI ഏജന്റ് ആണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു യൂസർ വന്നിട്ട് അനലൈസ് ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോഴേക്കും ഈ AI ഏജന്റ് പോയി ലൈവ് ചാർട്ട് നോക്കും. എന്നിട്ട് ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് യൂസറിന് വേണ്ട റിപ്ലൈ തിരിച്ചു കൊടുക്കും. ഞാനിത് ചെയ്യുന്നത് ടെലിഗ്രാമിലായിരിക്കും. കാരണം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ ഓഡിയൻസിനെയാണല്ലോ. ക്രിപ്റ്റോ ഓഡിയൻസ് കൂടുതലും ടെലിഗ്രാമിലാണ് ആക്റ്റീവ്. അങ്ങനെയാണ് എൻ്റെ തോട്ട് പ്രോസസ്സ്. എൻ്റെ ഒരു ബേസിക് തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ്. ഒരു ക്രിപ്റ്റോ യൂസർ ഈ ടെലിഗ്രാം ബോട്ടിൽ പോകുന്നു, അനലൈസ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നു. അപ്പോൾ AI ഏജന്റ് ബിറ്റ്കോയിൻ്റെ ലൈവ് ചാർട്ട് നോക്കുന്നു, ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നു.
എന്നിട്ട് യൂസറിന് വേണ്ട ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡീറ്റെയിൽസ് തിരിച്ച് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഈ ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏജൻറ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത പ്രോസസ്സാണ് റിസർച്ച്. അതിന് മുന്നേ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏജൻറ്റിനെ ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. API ആൻഡ് വെബ് ഹുക്ക്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് API എന്താണെന്ന് നോക്കാം. APIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതൊന്നും വലിയ കാര്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് API എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് API ഒരു ഹോട്ടലിൻ്റെ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറുന്നു, വെയിറ്ററിനെ വിളിക്കുന്നു, എന്ത് ഫുഡാണ് വേണ്ടെന്ന് വെയിറ്ററിനോട് പറയുന്നു. വെയിറ്റർ ആ ഓർഡർ കിച്ചണിൽ കൊണ്ട് കൊടുക്കുന്നു. കിച്ചണിൽ നിന്ന് ഫുഡ് വെയിറ്റർ നമുക്ക് കൊണ്ട് തിരിച്ചു തരുന്നു. ഇവിടെ നമുക്ക് വെയിറ്ററിന് ഒരു API ആയിട്ട് കാണാം. അതേപോലെ കിച്ചൺ സെർവർ. നമുക്ക് എന്തെങ്കിലും ഡേറ്റ വേണമെങ്കിൽ നമ്മൾ API വഴി സെർവറിനോട് ചോദിക്കുന്നു. സെർവർ ആ ഡേറ്റ എടുത്തിട്ട് API വഴി നമുക്ക് തിരിച്ചയക്കും. ചുരുക്കി പറഞ്ഞാൽ API എന്ന് പറഞ്ഞാൽ നമ്മളെയും സെർവറെയും കണക്ട് ചെയ്യുന്നൊരു മിഡിൽമാനാണ്. ഈ വെയിറ്ററിനെ പോലെ ഒരു മിഡിൽമാനാണ് API. കസ്റ്റമറിന് എന്തെങ്കിലും ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ അത് API വഴി സെർവറിനോട് ചോദിക്കും. സെർവർ ആ ഡേറ്റ എടുത്തിട്ട് API വഴി തിരിച്ചയച്ചു കൊടുക്കും. ഇനി നമുക്ക് വെബ് ഹുക്ക് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് കുറച്ച് പൈസ തരാനുണ്ട്. പൈസ വരാൻ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. പൈസ വന്നു കഴിയുമ്പോഴേക്കും ബാങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരും. അതുപോലെയാണ് വെബ് ഹുക്ക്. വെബ് ഹുക്ക് എന്ന് പറഞ്ഞാൽ സെർവറിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡേറ്റ വന്നാൽ അത് അപ്പോൾ അയച്ചു തരും. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എന്തെങ്കിലും സെർവറിൽ വന്നാൽ അത് അയച്ചു തരും. API എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സെർവറിനോട് ഡേറ്റ ചോദിക്കാം. വെബ് ഹുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അയച്ചു തരും. ഇനി നമുക്ക് റിസർച്ചിലോട്ട് പോകാം. ഈ പ്രോസസ്സ് എല്ലാം എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു ഏജൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ തോട്ട് പ്രോസസ്സ് എല്ലാം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഫ്ലോയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. അടുത്ത പ്രോസസ്സാണ് റിസർച്ച്. റിസർച്ച് നമ്മൾ ആദ്യമേ നോക്കുന്നത് ഇങ്ങനത്തെ സിമിലർ വർക്ക് ഫ്ലോസ് ഓൾറെഡി ഉണ്ടോ. മിക്കവാറും സമയം നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് സിമിലർ വർക്ക് ഫ്ലോസ് കിട്ടും. ഈ വർക്ക് ഫ്ലോ ഒക്കെ എവിടുന്ന് തപ്പേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ N8N ടെംപ്ലേറ്റ്സ് ഇപ്പോൾ തപ്പാം. N8N ടെംപ്ലേറ്റ്സ് എന്ന് അടിക്കുമ്പോൾ ആദ്യമേ ഒരു സൈറ്റിലേക്ക് തന്നെ പോകും. ഇത് N8N തന്നെ സൈറ്റാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏജൻറ്റ് ട്രേഡിംഗ് ബേസ്ഡ് അല്ല, ടെക്നിക്കൽ അനാലിസിസ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കീവേഡ് സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും അങ്ങനത്തെ വർക്ക് ഫ്ലോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ എന്ത് ടൈപ്പ് ഏജൻറ്റാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കീവേഡ്സ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക, അങ്ങനത്തെ സിമിലർ വർക്ക് ഫ്ലോസ് കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്താണ് യൂട്യൂബ്. സിമിലർ ഏജൻറ്റിനെ ആരെങ്കിലും യൂട്യൂബിൽ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനത്തെ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുക. മിക്കവാറും നിങ്ങൾക്ക് സിമിലർ വർക്ക് ഫ്ലോസ് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കൊരു സിമിലർ വർക്ക് ഫ്ലോ കിട്ടിയത് ഈ ചാനലിൽ നിന്നാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഏജൻറ്റിന് പറ്റിയ സിമിലർ വർക്ക് ഫ്ലോ ഉണ്ടോ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ഇവിടെ നിന്ന് കിട്ടിയില്ല, നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനേ ഉള്ളൂ. അതിന് ഡീപ്സീക്കോ ചാറ്റ്ജിപിറ്റിയോ പോലത്തെ ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലിൽ പോവുക, നമ്മുടെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ടൈപ്പ് വർക്ക് ഫ്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ഈ AI മോഡൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ബിൽഡ് ചെയ്തതിന് മുന്നേ ഉള്ള പ്രോസസ്സ്. ഇനി നമുക്ക് N8N പോയി നമുക്ക് നമ്മുടെ AI ഏജൻറ്റിനെ ഉണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ആകേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ AI ഏജൻറ്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ആകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന AI ഏജൻറ്റ് സ്റ്റാർട്ട് ആകേണ്ടത് നമ്മൾ ടെലിഗ്രാമിൽ വന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴാണ് ഈ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ആകേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കാനായിട്ട് കുറേ ട്രിഗേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഒന്നെങ്കിൽ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടെലിഗ്രാം പോലത്തെ ഏതെങ്കിലും ആപ്പിൻ്റെ ഒരു ഇവൻറ്റിൽ കൂടെ നമുക്ക് വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കാം. ഷെഡ്യൂൾ വെച്ച് നമുക്ക് വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കാം. എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പോൾ ഈ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കണം. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ ട്രിഗേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ ടെലിഗ്രാമിലൊരു യൂസർ വന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്കും വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആക്കണം. അപ്പോൾ നമ്മൾ ഓൺ ആൻ ആപ്പ് ഇവൻറ്റ് സെലക്ട് ചെയ്യുക, ടെലിഗ്രാം സെർച്ച് ചെയ്യുക. ടെലിഗ്രാമിൽ നമുക്ക് വേണ്ടത് ഓൺ മെസ്സേജാണ്, ട്രിഗേഴ്സ്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ട്രിഗർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ട് ചെയ്യണം, നമ്മുടെ ടെലിഗ്രാമുമായിട്ട് കണക്ട് ചെയ്യണം. എന്നാലേ ഉള്ളൂ മെസ്സേജ് വരുമ്പോൾ ഇവിടെ വരത്തുള്ളൂ. നമ്മുടെ അവിടെ മെസ്സേജ് അയക്കുമ്പോൾ ഇവിടെ വരണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ കൊടുക്കുക. ഇവിടെ നമുക്ക് ആക്സസ് ടോക്കൺ ഉണ്ട്. ആക്സസ് ടോക്കൺ ടെലിഗ്രാമിൻ്റെ ആക്സസ് ടോക്കൺ നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. ടെലിഗ്രാമിൻ്റെ ആക്സസ് ടോക്കൺ എടുക്കാണ്ട് നമ്മൾ ആദ്യം ടെലിഗ്രാമിൽ പോവുക, ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്യുക. ബോട്ട് ഫാദർ എടുക്കുക, എന്നിട്ട് /newbot എന്ന് അടിക്കുക. അവിടെ നമ്മൾക്ക് പുതിയ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. /newbot എന്ന് അടിക്കുക. നമ്മുടെ ബോട്ടിൻ്റെ പേര് കൊടുക്കുക, ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ. എന്നിട്ട് അടുത്ത് നമ്മൾ യൂസർ നെയിം കൊടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ആക്സസ് ടോക്കൺ കിട്ടും. ഇതാണ് നമ്മുടെ ആക്സസ് ടോക്കൺ. ഇത് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് തിരിച്ച് N8N പോവുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആവും. സേവ് ചെയ്യുമ്പോഴേക്കും ഇത് രണ്ടും കണക്റ്റ് ആവും. നമുക്ക് ഇവിടുന്ന് ബാക്കിലോട്ട് പോകണമെങ്കിൽ ഈ പുറത്ത് എവിടെയെങ്കിലും ചെക്ക് ചെയ്യാൽ മതി. ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. തിരിച്ച് ക്യാൻവാസിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ടെലിഗ്രാം ട്രിഗർ സെറ്റ് ചെയ്തു. മെസ്സേജ് അയക്കുമ്പോഴേക്കും നമുക്കിവിടെ വരണം. നമ്മൾ ഓരോ നോഡ് സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പാടായിരിക്കും. നമുക്ക് ആദ്യമേ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് നമ്മൾ നമ്മുടെ ബോട്ടിലോട്ട് പോവുക. ഇവിടെ നമ്മുടെ ബോട്ടിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ബോട്ടിലോട്ട് പോവുക, സ്റ്റാർട്ട് കൊടുക്കുക, ഹലോ എന്ന് അയച്ചു. നമ്മൾ തിരിച്ച് ഇവിടെ പോയിട്ട് നമ്മളിവിടെ ടെസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. ഈ മെസ്സേജിനെ ഏജൻറ്റിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഏജൻറ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസ്ഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏജൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏജൻറ്റ് വന്നിട്ടുണ്ട്. ഏജൻറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു ചാറ്റ് മോഡൽ കണക്ട് ചെയ്യണം, പിന്നെ മെമ്മറി കണക്ട് ചെയ്യണം, പിന്നെ നമുക്ക് ഈ ഏജൻറ്റിന് ആവശ്യമുള്ള ടൂൾസ് എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ചാറ്റ് മോഡൽ കണക്ട് ചെയ്യാം. ചാറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതെങ്കിലും ഓപ്പൺഎഐയുടെ API യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്സീക്കിൻ്റെ API യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോഡ് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് API വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പൺഎഐയുടെ API ആണ്. ഓപ്പൺഎഐയുടെ API കിട്ടാൻ വേണ്ടി platform.openai.com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് API കിട്ടും. API കിട്ടാണ്ട് നിങ്ങൾ API കീസ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ കൊടുക്കുക, എന്നിട്ട് ഇതിനൊരു പേര് കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് സീക്രട്ട് കീ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു API കീ ഇവിടെ കിട്ടും. അത് കോപ്പി ചെയ്യാം. ഇത് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് റിവോക്ക് ചെയ്യും. നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് NATLനോട് തിരിച്ചു പോകാം. NATLനോട് തിരിച്ചു പോയിട്ട് ചാറ്റ് മോഡലിൻ്റെ അവിടെ പ്ലസ് കൊടുക്കുക. നമ്മളിവിടെ എന്താണ് കണക്ട് ചെയ്യുന്നത്? OpenAI. ഇപ്പോൾ NATL തന്നെ പുതിയ യൂസേഴ്സിന് 100 API ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അത് മതിയായിരിക്കും. അത് തീർന്നെങ്കിൽ നമുക്ക് ഞാൻ കാണിക്കുന്ന പോലെ സ്വന്തമായിട്ട് API കീ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ കൊടുക്കുക, OpenAIന്ന് കിട്ടിയ API കീ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മെമ്മറി കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഏജൻറ്റിന് ഒരു മെമ്മറി ഇല്ല, ബ്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇതിന് ഓർമ്മയില്ല. ആ ഓർമ്മ കൊടുക്കണമെങ്കിൽ നമ്മളൊരു മെമ്മറി ആഡ് ചെയ്യണം. മെമ്മറി ആഡ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വിൻഡോസ് ബഫർ മെമ്മറി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിന് ബ്രെയിനും കൊടുത്തു, മെമ്മറിയും കൊടുത്തു. നമുക്ക് ഈ പ്ലസ് ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ പുതിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഈ പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ എപ്പോഴും ടെസ്റ്റ് ചെയ്യാണ്ട് പിന്നെയും മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏജൻറ്റിലോട്ട് എന്തൊക്കെയാണ് ചെല്ലുന്നത് നോക്കാം. ഈ ടെലിഗ്രാം ട്രിഗറിൽ നിന്ന് കുറേ ഡേറ്റ ഏജൻറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ടെലിഗ്രാം ട്രിഗറിൽ നിന്ന് ഇൻപുട്ട് നോക്കിയാൽ അറിയാം. ചാറ്റ് ID, അയച്ച ആളുടെ പേര്, പിന്നെ മെസ്സേജ്, അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഈ ഏജൻറ്റിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ഏത് ഇൻഫർമേഷനാണ് ഏജൻറ്റിന് വേണ്ടത്, ഏത് ഇൻഫർമേഷനാണ് എടുക്കേണ്ടത്? നമ്മുടെ ഏജൻറ്റ് എടുക്കേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ അയക്കുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്കത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. മെമ്മറിയിൽ എന്താ സ്റ്റോർ ആകേണ്ടത്? മെമ്മറി നമ്മൾ അയക്കുന്ന മെസ്സേജാണ് സ്റ്റോർ ആകേണ്ടത്. അപ്പോൾ നമ്മൾ വിൻഡോസ് ബഫർ മെമ്മറി പോയിട്ടും ഈ മെസ്സേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അത്രേ ഉള്ളൂ അവിടുത്തെ സെറ്റപ്പ്. നമ്മുടെ ഏജൻറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടുന്ന് ഒരു യൂസർ അനലൈസ് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു വരുന്നു. എന്നിട്ട് ആ ബിറ്റ്കോയിൻ്റെ ലൈവ് ചാർട്ട് ഡേറ്റ നോക്കി ടെക്നിക്കൽ അനാലിസിസ് നടത്തി യൂസറിന് തിരിച്ച് ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലൈവ് ചാർട്ട് ഇമേജ് വരണം. ലൈവ് ചാർട്ട് ഇമേജ് കിട്ടാണ്ട് നമുക്ക് ഇവിടെ വല്ല ടൂൾസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഈ ടൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് കിട്ടും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഗൂഗിൾ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഡോക്സ്, അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈവ് ചാറ്റ് കിട്ടുന്ന ഒരു ടൂൾ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ വർക്ക് ഫ്ലോയിൽ നിന്ന് വേറൊരു വർക്ക് ഫ്ലോയെ കോൾ ചെയ്യാൻ പറ്റും. ലൈവ് ചാറ്റൊക്കെ കിട്ടുന്ന വേറൊരു വർക്ക് ഫ്ലോയെ ഈ വർക്ക് ഫ്ലോയിലേക്ക് കോൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഈ നോഡ്, ഈ കോൾ NATL വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞ നോഡ് ടൂൾസിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ പേര് മാറ്റാം. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർട്ട് കിട്ടാണ്ടില്ല. അപ്പോൾ നമുക്ക് ഗെറ്റ് ചാർട്ട് എന്നാക്കാം. ഇവിടെ ഇതിൻ്റെ നമ്മൾ നെയിം ചേഞ്ച് ചെയ്യണം, ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഏജൻറ്റിന് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. ഏജൻറ്റ് എന്താ ചെയ്യണമെന്ന് അതിന് ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. ആ ഐഡിയ കിട്ടാണ്ട് നമ്മൾ അതിനൊരു സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കണം. ഈ സിസ്റ്റം പ്രോംപ്റ്റ് വെച്ചായിരിക്കും ഈ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റം പ്രോംപ്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് DeepSeek, ChatGPT പോലെ ഏതെങ്കിലും മോഡൽ വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കാം.
എൻ്റെ റിക്വയർമെൻറ്റിന് യൂസർ അയക്കുന്ന മെസ്സേജ് ആദ്യമേ മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ ഗെറ്റ് ചാറ്റിലേക്ക് കൊടുക്കുക. ഗെറ്റ് ചാറ്റിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കൽ അനാലിസിസ് യൂസറിന് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുക. യൂസറിന് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് ഇവിടെ ഒരു പുതിയൊരു നോഡ് ആഡ് ചെയ്യണം. അതിന് നമുക്ക് ആക്ഷൻ എന്ന ആപ്പ് കൊടുക്കുക. നമുക്കൊരു ആക്ഷൻ അല്ലേ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ടെലിഗ്രാം എടുക്കുക, സെൻഡ് മെസ്സേജ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ ചാറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ചാറ്റിലേക്ക് അയക്കേണ്ടത്, നമുക്ക് ആരാണോ മെസ്സേജ് അയച്ചാൽ അവർക്ക് തന്നെ തിരിച്ച് നമ്മൾ മെസ്സേജ് അയക്കണ്ടേ. ഇവിടെ ഇൻപുട്ട് എല്ലാം വന്നിട്ടുണ്ട്. ടെലിഗ്രാം ട്രിഗറിൽ നിന്ന് നമുക്ക് ചാറ്റ് ഐ ഡി നമ്മളിവിടെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ചാറ്റ് ഐ ഡി ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ ചുമ്മാ ചെയ്താൽ മതി. ഈ ചാറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ആർക്ക് അയച്ചു കൊടുക്കേണ്ടത്, ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആ മെസ്സേജിൽ അയച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഏജൻറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ട്രോൾ. ഇനി നമുക്ക് ഏജൻറ്റിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഏജൻറ്റിനനുസരിച്ച് നിങ്ങളുടെ പ്രോംപ്റ്റ് ചേഞ്ച് ആവും. ഇപ്പോൾ എൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ പ്രോംപ്റ്റ് ഡീപ്സീക്ക് വെച്ച് ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രോംപ്റ്റിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഞാൻ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഏജൻറ്റിനാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കുക. പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡീപ്സീക്കോ ചാറ്റ് ജിപിറ്റിയോ അങ്ങനത്തെ ഏത് AI മോഡൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പ്രോംപ്റ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് ഈ പ്രോംപ്റ്റ് നോക്കാം. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ചാറ്റ് ഡീറ്റെയിൽസ് വേണം. ലൈവ് ചാറ്റ് ഡീറ്റെയിൽസ് കിട്ടാണ്ട് നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ വർക്ക് ഫ്ലോയെ കോൾ ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഫ്ലോ നമുക്ക് ഉണ്ടാക്കണം. അത് നമുക്ക് ഉണ്ടാക്കാം. ഇനി അത് കിട്ടാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വർക്ക് ഫ്ലോ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ആ കോള് കിട്ടണം. അതിനൊരു ട്രിഗർ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വെൻ കോൾഡ് ബൈ അനദർ വർക്ക് ഫ്ലോ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ഓൾ ഡാറ്റ കൊടുക്കുക. ഇതിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ അടുത്തൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് രണ്ടും ഇനി കണക്ട് ചെയ്യണം. നമുക്ക് പോയി കണക്ട് ചെയ്യാം. പഴയ വർക്ക് ഫ്ലോയിലേക്ക് പോവുക. ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക, ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ഏജൻറ്റിലേക്ക് പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാർട്ട് പ്രോ എന്ന് പറയുന്നത് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഗെറ്റ് ചാറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ സെറ്റ് ചെയ്യാം. ഈ ടൂൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രേ ഉള്ളൂ. കോൾ ദിസ് ടൂൾ ടു ഗെറ്റ് ദി ടെക്നിക്കൽ അനാലിസിസ് ഓഫ് ദി ക്രിപ്റ്റോ. ഇപ്പോൾ നമുക്ക് എന്തിനാണോ ഈ ടൂൾ വേണ്ടത് അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ വലിയ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും സിമ്പിൾ പ്രോംപ്റ്റ്സ് ആണ് നല്ലപോലെ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്താൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മളവിടെ ചാർട്ട് ഡാറ്റയൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അവിടെ എന്തൊക്കെ ഡാറ്റ വരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ചുമ്മാ റൺ ചെയ്യിപ്പിച്ചത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ വർക്ക് ഫ്ലോയിലോട്ട് പോവാം. ഇവിടെ എക്സിക്യൂഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ, ഈ എക്സിക്യൂഷനാണ് നമ്മളിപ്പോൾ ചെയ്ത എക്സിക്യൂഷൻ. അത് സെലക്ട് ചെയ്യുക. ഈ BTC USDT എന്ന് പറയുന്നത് ക്രിപ്റ്റോയുടെ പേരും ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട ചാറ്റ് ഐ ഡിയാണ്. അങ്ങനെയാണ് ഇതിനകത്തോട്ട് ഡാറ്റ വരുന്നത്. ഈ ഡാറ്റ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു പുതിയൊരു നോഡ് ആഡ് ചെയ്യാം. എഡിറ്ററിലേക്ക് തിരിച്ചു പോവുക, പുതിയൊരു കോഡിൻ്റെ നോഡ് ആഡ് ചെയ്യുക. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ BTC USDT മാത്രം മതി നമ്മൾ ചാർട്ട് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. ഈ ബാക്കിയുള്ളത് നമുക്ക് അയച്ചു കൊടുക്കേണ്ട ആളുടെ ചാറ്റ് ഐ ഡിയാണ്. മീൻസ് നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് ഈ ചാർട്ടിൻ്റെ ഇമേജ്, ആ ആളുടെ ചാറ്റ് ഐ ഡിയാണിത്. അപ്പോൾ നമുക്കിത് രണ്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്താലേ നമുക്ക് ലൈവ് ചാറ്റ് ഇമേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഏജൻറ്റിനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇത് ചിന്തിച്ചെടുക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ വരുന്നതെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു, ഡീപ്സിക്ക് പോയി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അടുത്ത ചോദിച്ചു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങളൊരു ഏജൻറ്റിനെ ഉണ്ടാക്കുമ്പോഴേക്കും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഡീപ്സിക്ക് പോവുക, പിന്നെയും ട്രൈ ചെയ്യുക, അങ്ങനെ ടെസ്റ്റ് ആൻഡ് റിപ്പീറ്റ്. അപ്പോഴേ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അല്ല ഒറ്റയടിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യുക, ഡീപ്സിക്ക് പോവുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ എനിക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കോഡ് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫോർ N8 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ N8 വേണ്ടി തന്നെയുള്ള കോഡ് ഇത് ജനറേറ്റ് ചെയ്ത് തരും. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം.
ടെസ്റ്റ് സ്റ്റെപ്പ് കൊടുത്ത് നോക്കാം. നമുക്ക് ഡിവൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ BTC USDT എന്ന സിമ്പിളിന് നമുക്ക് BTC USDT ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ID നമുക്ക് രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമുക്ക്. ഇനി നമുക്ക് അടുത്തത് ഈ BTC USDT മാറ്റിയെടുക്കണം ഇതിനകത്തുനിന്ന്. അതിനകത്ത് നമുക്കൊരു പ്ലസ് പോവാം, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ നോഡ് എടുക്കുക. നമുക്കിനി ഒരു എഡിറ്റ് ഫീൽഡ് നോഡ് ആഡ് ചെയ്യാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇത് സിമ്പിളാണ്. ഇവിടെ നമുക്കൊരു ആഡ് ഫീൽഡ് കൊടുക്കുക, അതിൻ്റെ നെയിം കൊടുക്കുക, ടിക്കർ എന്ന് കൊടുക്കുക. ടിക്കർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ BTC USDTയുടെ പേര്. അത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ടിക്കർ BTC USDT എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ഈ ഒന്നിച്ചുള്ള കോഡിനകത്തുനിന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി, എന്നിട്ട് ഈ എഡിറ്റ് ഫീൽഡ് വഴി നമ്മൾ ഈ BTC USDT ടിക്കർ മാത്രമായിട്ട് എടുത്തു. എന്തിനാണ് നമ്മൾ ഇതെടുത്തത്? ഇത്ര നമ്മൾ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ചാർട്ട് ഇമേജ് എടുക്കുവാണ്. അതിന് നമുക്കൊരു API യൂസ് ചെയ്യണം. ഫ്രീ API ആണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. ചാർട്ട് ഇമേജ് എന്ന സൈറ്റിലോട്ട് പോവുക. ഇവിടെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ API ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവുക. എന്തിനാണ് API കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ബിറ്റ്കോയിൻ്റെ ലൈവ് ചാർട്ട് വേണം. അത് നമ്മൾ സെർവറിനോട്, ഈ ചാർട്ട് ഇമേജിൻ്റെ സെർവറിനോട് നമ്മൾ ആസ്ക് ചെയ്യുകയാണ് ഒരു API വഴി. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ എപ്പോഴും കാണും. ഇങ്ങനെ API ഉള്ള സൈറ്റിനെല്ലാം ഒരു ഡോക്യുമെൻറ്റേഷൻ കാണും. അവിടെ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽസ് ആണ്. ചുമ്മാ ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും. മനസ്സിലായാലും നമുക്ക് മുമ്പേ നമ്മൾ യൂസ് ചെയ്ത പോലെ ChatGPT DeepSeek യൂസ് ചെയ്ത് കുറച്ചുകൂടെ മനസ്സിലാക്കിയെടുക്കാം. എന്താ സെറ്റപ്പ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ട്രേഡിംഗ് വ്യൂ സ്നാപ്ഷോട്ട് V2 എന്ന് പറയുന്ന ഇതാണ്. അതിനകത്ത് അഡ്വാൻസ് ചാർട്ട് സ്റ്റോറേജ്, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യമേ നമുക്കൊരു HTTP നോഡ് ആഡ് ചെയ്യാം. കോറിനകത്ത് കാണും. കോറ് സെലക്ട് ചെയ്യുക, എന്നൊരു HTTP നോഡ് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇത് URL-ലേക്കാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. ആ URL പേസ്റ്റ് ചെയ്തെടുക്കുക. സൈറ്റിൻ്റെ URL പ്ലസ് ഇവിടെ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ URL അതിനോട് ആഡ് ചെയ്താണ് ഞാൻ ഇവിടെ ഈ URL ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങൾ വേറൊരു ഏജൻറ്റിനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇത് മാറും. നിങ്ങൾ ഈ സെയിം ഏജൻറ്റിനെ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ APIക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യണം. നമ്മൾ വീണ്ടും ചാർട്ട് ഇമേജിലേക്ക് പോവുക. ചാർട്ട് ഇമേജിൽ പോയി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് API കീ സെലക്ട് ചെയ്യുക, ജനറേറ്റ് ന്യൂ കീ കൊടുക്കുക, എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. വാല്യൂവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. നെയിം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെയും ഡോക്യുമെൻറ്റേഷനിൽ പോയാൽ നമുക്ക് നെയിം കിട്ടും. റിക്വസ്റ്റ് ഹെഡറിൻ്റെ നെയിം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ എല്ലാം ലൈൻ ബൈ ലൈൻ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇതൊരു കസ്റ്റം വർക്ക് ഫ്ലോ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഏജൻറ്റിനെ ഉണ്ടാക്കുമ്പോഴേക്കും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ പ്രോസസ്സ് പറയാം. ഇപ്പോൾ നിങ്ങൾ ഏത് API കണക്ട് ചെയ്യും, ഇപ്പോൾ നമ്മൾ ചാർട്ട് ഇമേജിൻ്റെ API കണക്ട് ചെയ്തല്ലോ, അപ്പോൾ അതിനൊരു ഡോക്യുമെൻറ്റേഷൻ കാണും. ആ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് നോക്കുക, അതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ ChatGPT DeepSeek പോലത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് യൂസ് ചെയ്യുക. എന്നിട്ട് ചെയ്യുക, കുറേ ടെസ്റ്റ് ചെയ്യുക കിട്ടുന്നവരെ. ഈ വർക്ക് ഫ്ലോയിൽ ലൈൻ ബൈ ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കാരണം ഈ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ വാല്യൂവിൽ നമ്മൾ ചാർട്ട് ഇമേജിൽ നിന്ന് കിട്ടിയ APIക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ചേഞ്ച് ചെയ്യാനുള്ളത് താഴോട്ട് വന്നിട്ട് ബിനാൻസിൻ്റെ ഈ ടിക്കർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത സിമ്പിളില്ലേ, അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ബിനാൻസ് BTC USDT. അപ്പോൾ ഏകദേശം കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഇത്രയുള്ളൂ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു URL ആണ്. ഈ URL എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ട് ഇമേജ് ആണ്. ഇപ്പോഴത്തെ ലൈവ് ചാർട്ട് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ URL വഴി. അപ്പോൾ നമുക്കിനി ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു പുതിയൊരു നോഡ് ആഡ് ചെയ്യാം. അതിനൊരു HTTP റിക്വസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ, ഇത് നമ്മൾ എക്സ്പ്രഷനോട് മാറ്റുന്നു. ഗെറ്റ് ചാർട്ടിൽ നിന്ന് കിട്ടിയ URL നമുക്ക് ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. ഇതിൻ്റെ പേര് നമുക്ക് മാറ്റി ഡൗൺലോഡ് നോക്കാം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ആകുന്നുണ്ടോ എന്ന് അറിയാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം. വ്യൂ അടിച്ചാൽ ഇവിടെ നമുക്ക് ചാർട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജ് യൂസ് ചെയ്ത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്തണം. അത് നമുക്ക് ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യാം. ഞാനിവിടെ OpenAI ആണ് യൂസ് ചെയ്യുന്നത്. OpenAI സെലക്ട് ചെയ്യുക, അനലൈസ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യേണ്ടത്, ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്തേണ്ടത്. അങ്ങനെ ഒരു പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് നമുക്ക് DeepSeek നിന്ന് ജനറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിവിടെ എനിക്ക് വേണ്ട പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബൈനറി ആണ്. കാരണം നമുക്ക് URL നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇതൊരു
URL അല്ല, ഇതൊരു ഫയലാണ്. അപ്പോൾ ഇത് ബൈനറി ഫയലാണ്. നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ബൈനറി കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇവിടെ. ഇവിടെ നമ്മൾ നേരത്തെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഓരോ നോഡ് ആഡ് ചെയ്യും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ അനലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈവ് ചാർട്ട് ഇമേജ് നമ്മൾ യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു ടെലിഗ്രാം സെൻഡ് ഇമേജ് നോഡ് ആഡ് ചെയ്യണം. ഇവിടെ ആക്ഷൻസ് ഇൻ ആപ്പിൽ പോവുക, ടെലിഗ്രാം സെർച്ച് ചെയ്യുക, സെൻഡ് ഫോട്ടോ ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി ചാറ്റ് ID എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു സ്പ്ലിറ്റ് ചെയ്തില്ലേ 2 എണ്ണം, അതാണ് അതിനകത്തെ ചാറ്റ് ID. നമ്മൾ ഈ കോഡിനകത്തോട്ട് പോവുക, ഇവിടെ ID ഉണ്ട്, അത് നമ്മൾ ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ചാറ്റ് ID നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി ഏത് ഫോട്ടോ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്? നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്ന ഫോട്ടോ ഈ ഗെറ്റ് ചാർട്ട് URL ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇത്ര ഉള്ളതെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടെലിഗ്രാം എല്ലാം കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓപ്പണായി നമുക്ക് കിട്ടിയ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് അയക്കണം. ഈ വർക്ക് ഫ്ലോയിൽ ഏറ്റവും അവസാനത്തെ നോഡിൽ എന്താണോ ഔട്ട്പുട്ട്, അതായിരിക്കും നമ്മുടെ മെയിൻ വർക്ക് ഫ്ലോയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ഫീൽഡ് വർക്ക് ഫ്ലോ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടത്തിയ ടെക്നിക്കൽ അനാലിസിസിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് ഓപ്പണായി നിന്ന് കിട്ടിയ റിസൾട്ടാണിത്. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ടൻറ്റോ എന്തെങ്കിലും റെസ്പോൺസോ കണ്ടൻറ്റോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഇവിടെ സെറ്റ് ചെയ്യാണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേരൻറ്റ് വർക്ക് ഫ്ലോയിലേക്ക് തിരിച്ചു പോകാം. ഇനി നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇവിടുത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അനലൈസ് ബിറ്റ്കോയിൻ എന്നാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്നിക്കൽ അനാലിസിസ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ AI ഏജൻറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ AI ഏജൻറ്റിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിയാവും. എല്ലാ നോഡും മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിയാവും. ഇത് നിങ്ങൾ ആദ്യമേ ഈ വർക്ക് ഫ്ലോ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. പുതിയ വർക്ക് ഫ്ലോ ഉണ്ടാക്കാണ്ട് ഏതെങ്കിലും ചെറിയ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യുക. എങ്ങനെ പുതിയ വർക്ക് ഫ്ലോസ് ഉണ്ടാകുന്ന അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞുതരാം. ഹൗ ടു ഓട്ടോമേറ്റ് എനിത്തിങ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ AI ഏജൻസിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പഠിക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു എക്സാമ്പിൾ AI ഏജൻറ്റിനെ ബിൽഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സും തോട്ട് പ്രോസസ്സും ഒക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് മനസ്സിലാക്കാം. ഇതൊരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡിയേഷൻ. ഈ സ്റ്റേജിലാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്താണ് ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണോ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ AI ഏജൻറ്റ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഒരു ഓവറോൾ ഐഡിയ ഈ ഐഡിയേഷൻ സ്റ്റേജിൽ കാണണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജാണ് റിസർച്ച്. റിസർച്ച് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. റിസർച്ച് ചെയ്യേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വർക്ക് ഫ്ലോ ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് മേലെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്യാം. ഈ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് N8 ടെംപ്ലേറ്റ്സിൽ പോയിട്ട് നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് മാച്ച് ആകുന്ന കുറച്ച് കീവേഡ്സ് സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ഫ്ലോ കിട്ടുന്നുണ്ടോ നോക്കുക. അവിടെ ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് അതേപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനത്തെ വർക്ക് ഫ്ലോ ഉണ്ടോ എന്ന്. വർക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാം. സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് DeepSeekോ ChatGPT പോലത്തെ ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലിനോട് ഹെൽപ്പ് ചോദിക്കുക. അടുത്ത സ്റ്റെപ്പാണ് ഡിഫൈൻ. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മുടെ AI ഏജൻറ്റിൻ്റെ എല്ലാ ഫ്ലോയും ഫൈനലൈസ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യണം, AI ഏജൻറ്റിൽ എന്തൊക്കെ നോഡായിരിക്കും വരാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഫുൾ ഫൈനലൈസ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പിലായിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈസി ആയിട്ട് AI ഏജൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് ബിൽഡ്. ഓൾറെഡി വർക്ക് ഫ്ലോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ഫ്ലോയിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്യാം. സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്യാൻ നമുക്ക് DeepSeekോ ChatGPT പോലത്തെ ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് ടെസ്റ്റ് ആൻഡ് ഡീബഗ്. നിങ്ങൾ എന്തോ ചെറിയ AI ഏജൻറ്റിനെ ഉണ്ടാക്കിയാൽ അതിൽ കുറേ ബഗ് വരും, കുറേ എറേഴ്സ് വരും. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പോലെ ഓരോ നോഡ് ആഡ് ചെയ്യുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ടെസ്റ്റ് ചെയ്യാണ്ട് വെച്ചാൽ എവിടെ ആ എറർ വന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓരോ നോഡ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് എറർ വന്നത്, എങ്ങനെ സോൾവ് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് N8 AIയോട് നമുക്ക് ചോദിക്കാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് N8 AI ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. അവിടെ ഇല്ലെങ്കിൽ നമുക്ക്
ഡീപ്സിക്ക് പോയി നമ്മുടെ പ്രശ്നം എന്താണെന്ന് നോക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടും എന്തായാലും. നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് ഒറ്റയടിക്ക് എന്തായാലും നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും കിട്ടും. എപ്പോഴാണെങ്കിലും കുറേ എറേഴ്സ് വരും. കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുക. ട്രയൽ ആൻഡ് എറർ വഴിയാണ് നമ്മളിതെല്ലാം ശരിയാക്കി എടുക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, ഒന്നും ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് നോഡിലാണോ എറർ, ആ നോഡിനെ പറ്റി നിങ്ങൾ N8 ഡോക്യുമെൻറ്റേഷനിൽ പോയി ഒന്ന് ഫുൾ വായിക്കുക. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഈ 5 സ്റ്റെപ്പ് പ്രോസസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിലുള്ള ഏജൻസിനെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഇതൊക്കെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ നോക്കാം. ഹൗ ടു മോണിറ്റൈസ്, എങ്ങനെ നമ്മുടെ ഈ ഏജൻറ്റിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്രിപ്റ്റോ ചാർട്ട് അനലൈസർ ഏജൻറ്റ് ക്രിപ്റ്റോ ട്രേഡേഴ്സിന് ഹെൽപ്ഫുൾ ആണ്, ക്രിപ്റ്റോ ഗ്രൂപ്പ്സ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്, അല്ലെ ഒരു ക്രിപ്റ്റോ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ്. ഈ ഏജൻറ്റ് ഉപയോഗിച്ച് അവർക്ക് ആ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏജൻറ്റ് സെല് ചെയ്യാം. പക്ഷേ ഇത് മോണിറ്റൈസ് ചെയ്യാൻ ഒരു ബെറ്റർ മെത്തേഡുണ്ട്. ഈ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാനുള്ളതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ഏജൻസിനെ ഉണ്ടാക്കി നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ ടാസ്ക്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ നടന്നാൽ അത് ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ കുറേ ഏജൻറ്റിനെ ഉണ്ടാക്കി നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക. നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഏജൻറ്റ് വർക്ക് ഫ്ലോ അല്ല, അത് ലോ വാല്യൂ ആയിരിക്കും. നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത സ്കില്ലാണ്, അത് ഹൈ വാല്യൂ ആണ്. കാരണം ഓരോ ബിസിനസ്സിനും ഓരോ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അവരുടെ പ്രോബ്ലംസിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസിനെ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഹൈ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സ്കില്ലാണ് മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ സ്കില്ല് മോണിറ്റൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാം. ക്ലയൻസിനെ അക്വയർ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് നിങ്ങളുടെ ലോക്കൽ ബിസിനസ്സിനെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഓട്ടോമേഷൻ സ്കില്ല് അവർക്ക് പിച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ലോക്കൽ ക്ലയൻസിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഇമെയിൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ബിസിനസ്സിനോ ഓണേഴ്സിനോ നിങ്ങൾ കോൾഡ് ഇമെയിൽസ് അയക്കുക. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ക്ലയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 2 മെത്തേഡിലും കൂടുതൽ ക്ലയൻസിനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത മെത്തേഡിലൂടെ ആയിരിക്കും, കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങളുടെ സ്കില്ലിന് അറൗണ്ട് കണ്ടന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഓട്ടോമേഷൻ ഏജൻറ്റിന് അറൗണ്ട് നിങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ട്രസ്റ്റും അതോറിറ്റിയും ബിൽഡ് ആവും. അതുമാത്രമല്ല നിങ്ങൾക്ക് കുറേ ഇൻബൗണ്ട് ലീഡ്സും കിട്ടും. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരുടെ അടുത്ത് സെല് ചെയ്യാൻ പറ്റും. മേളത്തെ എല്ലാം 1-to-1 കോൺവെർസേഷൻസ് ആണ്. നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് സെല് ചെയ്യാൻ പാടായിരിക്കും. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ 1-to-many ആണ്. നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ ഇഷ്ടം പോയ ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നത്. ഇതുവഴി നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റും കണക്ഷനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഈസി ആയിട്ട് അവരുടെ അടുത്തേക്ക് സെല് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷനെ പറ്റി ഒന്നും അറിയില്ല, എയ്ക്കും കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ്റെ ബേസിക്സ് മുതൽ A to Z വരെ പഠിപ്പിക്കുന്ന കോഴ്സ് ഇപ്പോൾ ഫ്രീ ആയി അവൈലബിൾ ആണ്. അതുമാത്രമല്ല കണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന കോഴ്സും ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏജൻറ്റിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ മനസ്സിലാക്കാണല്ലോ. ഇനി നിങ്ങൾ തന്നെ ഒരു ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കുറേ എറേഴ്സ് വരും, അത് നിങ്ങൾ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയ ഏജൻറ്റ് വർക്ക് ഫ്ലോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആദ്യമേ അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.